ഉള്ളവരില്ലാത്തവർ എന്നു രണ്ടല്ല ഉണ്മയുള്ളവരുടെ ഭാഷ്യം. ഉണ്ടായിരിക്കെയും വേണ്ടാത്തവരായിട്ടുണ്ടാവണം ചിലർ നമ്മിൽ, ഉണ്ടാവണം പലർ നമ്മിൽ. വലിയോൻ്റെ നാടല്ല മോഹം. അങ്ങനെ പ്രശസ്ത സോപാന സംഗീതത്തിൻ്റെ കലാകാരൻ അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുകയാണ്. പാണക്കാട് തങ്ങൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. തങ്ങളെ അങ്ങനെ അദ്ദേഹം ലീഗിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ ഹരിഗോവിന്ദൻ സോപാന സംഗീതത്തെ ജനകീയമാക്കി മാറ്റിയതിൽ വലിയ പങ്കുവഹിച്ചുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പിതാവുമൊക്കെ. ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങളെല്ലാ നിലക്കും സർവാത്മന അദ്ദേഹത്തെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി അത് മുസ്ലിം ലീഗിൻ്റെ മതേതര പ്രതിച്ഛായക്ക് ഏറ്റവും തൂവൽ ചാർത്തുന്ന ഒന്നായിട്ട് കേരളത്തിൻ്റെ ഈ സാന്നിധ്യത്തെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. കാലങ്ങളായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ, അത് സാമൂഹ്യ സഹവർത്തിത്വം, അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ആ സാമൂഹ്യ സഹവർത്തിത്വത്തിൽ ആകർഷണമായിട്ടാണ് പ്രിയപ്പെട്ട ഹരിഗോവിന്ദൻ ലീഗിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മലപ്പുറത്തിൻ്റെ മാത്രമല്ല, ഒരു സാഹോദര്യത്തിൻ്റെ കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതല്ലേ? അതാ പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു ലീഗിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തെ പോലെ ഒരുപാട് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ലീഗിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ലീഗിൻ്റെ മതേതരത്വവും സഹവർത്തിത്വത്തോട്, ഇതര സമൂഹങ്ങളുമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള സഹവർത്തിത്വത്തോട് ലീഗ് കാണിക്കുന്ന പ്രതിബദ്ധതയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരൊക്കെ വരുന്നത്. അറിയാട്ടെ, അങ്ങനെ ലീഗിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. കാരണം ഈ കേരളത്തിലെ അടുത്ത കാലത്തായിട്ട് വല്ലാത്ത രീതിയിൽ ഒരു ധ്രുവീകരണത്തിനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു കലാകാരൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സാമൂഹ്യ ദുരന്തത്തെ മുൻകൂട്ടി കണ്ട് ഒരു സമൂഹത്തിന് അത് വിജിലൻ്റ് ആവണമെന്ന് നിർദ്ദേശം കൊടുക്കലാണ് ഒരു കലാകാരൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അതല്ലാതെ കുറേ പാട്ടുപാട് പൈസ ഉണ്ടാക്കുക, പ്രസിദ്ധി നേടുക, അതല്ല. അതിൽ കവിഞ്ഞൊരു ധർമ്മമുണ്ട്. ഒരു സമൂഹത്തിൽ ഞാൻ വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളൊക്കെ വേണ്ടാത്തത് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ ഒരു വാക്ക് പോലും പറയാതെ അയാളെ കൂടെ കൊണ്ടു നടക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള, ഞാനും കുറച്ച് കാലം വഴിതെറ്റി നടന്നിട്ടുണ്ട്. അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഇവിടുത്തെ സംഘപരിവാർ അല്ലെങ്കിൽ ഇടത് മനോഭാവക്കാർക്കൊക്കെ സാധിക്കുന്നുണ്ട്. അത് രണ്ടും ഒരേ തൂവൽ പക്ഷികളായി മാറുന്ന സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിച്ചതും, എൻ്റെ അമ്മ വർഷങ്ങളായിട്ട് വോട്ട് ചെയ്യുന്നത് കോണിക്കാണ്. എൻ്റെ അമ്മ ഇപ്പം ഇല്ല, അമ്മയുടെ 1ാം ചരമവാർഷികം വരെയാണ്. അപ്പോൾ ഞാൻ ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചാണ്. ഖാദർ സാഹിബിനോട് പ്രത്യേകം പറഞ്ഞു, അല്ലെങ്കിൽ വിചാരിക്കും ഇലക്ഷന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. അതിനാണ് അത് കഴിഞ്ഞിട്ട് വരാൻ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ ആദരണീയായ തങ്ങളുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് മേടിച്ചു. മുസ്ലിം ലീഗിൻ്റെ ബന്ധപ്പെട്ട KMCC ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് കലയിലും സാഹിത്യത്തിലുമുള്ള ഒരു പ്രത്യേക വരേണ്യവൽകൃത സമീപനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഇവിടുത്തെ ദളിതർക്കും ഇവിടുത്തെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും കേരളത്തിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ കൃത്യമായ പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുക, അതിനുവേണ്ടി സംസാരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഈ വരവിൻ്റെ ലക്ഷ്യം. എന്നെ ഏൽപ്പിക്കുന്ന ജോലി എന്തായിരുന്നാലും, അത് IUML ആയാലും അവരുടെ വരാൻ പോകുന്ന ഏത് സംവിധാനമാണെങ്കിലും എന്നെ ഏൽപ്പിക്കുന്ന ജോലി ആ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുക. കാരണം അവനവന് വേണ്ടപ്പെട്ട ആളുകളെ മാത്രം ജാതി മതം നോക്കിയിട്ട് പരിഗണിക്കുന്ന രീതിയിലല്ലാതെ കലയിലും സാഹിത്യത്തിലും ഗൂഢമായി നിലനിൽക്കുന്ന വരേണ്യവൽക്കരണവും വർഗീയവൽക്കരണവും അതിനെ ചെറുത്തു പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും. അതിന് എൻ്റെ ഈ വരവ് ആ ഒരു സന്ദേശം നൽകാൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ടാവും. ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്കാണ്. അതല്ല, മുസ്ലിം എന്ന മതത്തിൽ ചേരാനല്ല വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ എന്നെ പരിഹസിക്കുന്ന അനവധി തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും. കാരണം പാണക്കാട് കുടുംബം അവരുടെ മതത്തിൽ ചേർന്ന ആളുകളെ മാത്രമല്ല, മനുഷ്യരായി പറഞ്ഞ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ച ചരിത്രമുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. നാളെ നീ പൊന്നാനി പോകുന്നുണ്ടോ, സുന്നത്ത് കഴിക്കുന്നുണ്ടോ തോന്നില്ല, പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട 1-2 ആൾക്കാരുടെ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഭാര്യയ്ക്കും മകളുടെയും സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാനേ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഇപ്പോൾ ഈ തങ്ങളുടെ സാന്നിധ്യത്തിൽ KN ഖാദർ സാഹിബിൻ്റെ
പ്രസംഗങ്ങളിലും സമീപനങ്ങളിലും ആകർഷ്ടനായിട്ടാണ് ഞാൻ ലീഗിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴോ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ചേരുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിലെ ചേരുള്ളൂ എന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്ന് സാർത്ഥകമായിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ദിവസമാണ്, തിരുമാന്താകുന്നിലെ പൂരം നടക്കുന്ന സമയമാണ്. എൻ്റെ പിതാവിൻ്റെ ആത്മാവ് ഇതിൽ തീർച്ചയായും സന്തോഷിക്കും. കാരണം അദ്ദേഹം ജീവിതത്തിൽ സൂക്ഷിച്ച കലയും സാഹിത്യവും എന്തിനുള്ളതാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പരിപാലിച്ച ആ സംസ്കാരത്തിലേക്ക് മടങ്ങി വരാൻ എനിക്ക് ഒരവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. 2 വരി കൂടി നമുക്കെല്ലാവർക്കും പ്രേക്ഷകർക്കും വേണ്ടി പാടിയാൽ സന്തോഷം. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് പ്രത്യേകമായി ഒരു ഇസ്ലാമിക ഗീതം പാടുമ്പോൾ ഇവരെ സൂചിപ്പിക്കാനാണെന്ന് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. ഞാൻ അതുകൊണ്ടല്ല, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കുന്ന പൂന്താനത്തിൻ്റെ ശൈലിയിലുള്ള വരികൾ ഞാൻ തന്നെ എഴുതിയതുണ്ട്. വലിയ മനുഷ്യർ ധാരാളമുണ്ട്, പക്ഷേ മഹത്വമുള്ള മനുഷ്യർ കുറഞ്ഞു വരുന്നു. അപ്പം മഹത്വമുള്ള മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്ന അർത്ഥത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ നിൽപ്പുണ്ടല്ലോ, ആ നിൽപ്പിനെ കണക്കായിക്കൊണ്ട് ഞാൻ എഴുതിയ 2 വരികൾ ഉണ്ട്. അതിലത്തെ ആദ്യത്തെ 4 വരി പാടാം. വലിയോൻ്റെ നാടല്ല മോഹം, അലിവാണലങ്കാരമെന്നോർത്തു വാഴുന്ന മഹനീയ ജന്മങ്ങൾ വേണം. വലിയോൻ്റെ നാടല്ല മോഹം, ഉള്ളവരില്ലാത്തവർ എന്നു രണ്ടല്ല ഉണ്മയുള്ളവരുടെ ഭാഷ്യം. ഉണ്ടായിരിക്കെയും വേണ്ടാത്തവരായിട്ടുണ്ടാവണം ചിലർ നമ്മിൽ, ഉണ്ടാവണം പലർ നമ്മിൽ. വലിയോൻ്റെ നാടല്ല മോഹം. പാണക്കാട് കുടുംബത്തിൽ അങ്ങനെയാണ് വന്ന് ചേർന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുത്ത സംസ്കൃതിയുള്ള ഒരു കുടുംബം കൂടിയാണിത്. അത് നമ്മളിപ്പോൾ അടുത്ത ദിവസം, ഞാനിപ്പോൾ പേര് എടുത്ത് പറയുന്നില്ല, ഇവിടുത്തെ CHൻ്റെ കുടുംബത്തിലുണ്ടായ ചെറിയൊരു സങ്കടം ഒരൊറ്റ രാത്രി കൊണ്ടാണ് പരിഹരിച്ചത്. അതൊക്കെ ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ മുസ്ലിം ലീഗിന് മാത്രം സാധിക്കുന്ന ചില സമീപനങ്ങളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാം എന്നെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. ഓക്കെ. എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, അദ്ദേഹം ഇനി മുസ്ലിം ലീഗിൽ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.